തിരുവനന്തപുരത്ത് നമ്മൾ ഏറെ ആശങ്ക നൽകുന്ന ഒരു സ്ഥലമായിരുന്നു മുതലപ്പുഴി എന്ന് പറയുന്നത്. മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ഇന്ന് വീണ്ടും പുനരാരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ചർച്ചയിൽ ഒരുപാട് പോസിറ്റീവായ സമീപനം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതായത് അവിടെ അക്രമം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് സമരസമിതി തന്നെ പറയുന്നുണ്ടായിരുന്നു. വികാരപരമായി പ്രവർത്തിച്ചപ്പോൾ സംഭവിച്ചത് പോയതാണ്, അത് തെറ്റായിപ്പോയി, ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിൽ വീണില്ല എന്ന് കൃത്യമായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, അവരുടെ ജീവിതോപാധിയാണ്, സ്വാഭാവികമായും അവർക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. പക്ഷേ ചിലർ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനെ അക്രമത്തിൻ്റെ വഴിയിലേക്ക് നടത്താൻ ശ്രമിച്ചു. സർക്കാർ ഓഫീസിന് നേരെ അക്രമം ഉണ്ടാകുന്നത് കണ്ടു. പക്ഷേ അത് തെറ്റായിപ്പോയി എന്ന വീണ്ടും വിചാരം അവിടുത്തെ മനുഷ്യർക്കുണ്ടാകുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ആ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ തിരിച്ചറിയാൻ അവർക്ക് പറ്റിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇന്ന് ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നു എന്നത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഷീജ തന്നെയാണ് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ നൽകുക. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഷീജയുടെ അടുത്തേക്ക് ഷീജയിലേക്ക് നമ്മൾ പോവുകയാണ്. ഷീജ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം ഇന്നലെ സമരസമിതി കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ വന്ന തീരുമാനങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അവർ പറഞ്ഞു അവിടെ അതിക്രമം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയി, അത് തെറ്റാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചിലരൊക്കെ ഇതിനിടയിൽ മുതലെടുക്കാൻ ശ്രമിച്ചു, ആ മുതലെടുപ്പുകാരെയും ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വയ്ക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. തീർച്ചയായും മനു, ഏതായാലും മുതലപ്പുഴയിൽ ഇന്ന് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പുനരാരംഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ സമരക്കാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പെന്ന് പറയുന്നത്. പക്ഷേ ഈ സമരക്കാരെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമൊക്കെ ചിലർ നടത്തുന്നുണ്ട്. പക്ഷേ അത് തങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള കാര്യം അവർ കഴിഞ്ഞ ദിവസം ഏതായാലും പ്രതികരിക്കുകയും ചെയ്തു. ഇന്ന് ഏതായാലും നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഡ്രഡ്ജിങ് രാവിലെയോടുകൂടി തന്നെ പുനരാരംഭിക്കുക. ഇതിൽ 2 ഡ്രഡ്ജറുകളാണുള്ളത്. ആ 2 ഡ്രഡ്ജറുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ മണൽ നീക്കം സാധ്യമാകും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രകൃതി അനുകൂല കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ പൂർണ്ണമായും മണൽ നീക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് സർക്കാരിനുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊരു ക്രെയിൻ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം അത് നടത്തുന്നുണ്ട്. ട്രക്ക് ട്രാപ്പോഡുകൾ നീക്കം ചെയ്യാനുള്ള ആ രീതിയിലുള്ള നടപടികളിലേക്കടക്കം സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വേഗത്തിൽ ഏത് രീതിയിൽ അവിടെ മണൽ നീക്കം സാധ്യമാക്കാം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് അവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നത് അവരുടെ ഓഫീസിന് നേരെ, ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. തങ്ങൾ ജോലി ഇവിടെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്നവരാണ്, നിങ്ങളുടെ ജീവനോപാധികൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ഒരു നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധം ഉണ്ടായാൽ അത് ഒരു തരത്തിലും സാധ്യമാകില്ല എന്നുള്ളത് അവർ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത്തരത്തിലൊരു നീക്കം ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം സമരക്കാരും കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുമ്പോൾ സുഗമമായ രീതിയിൽ തന്നെ അവിടെ ഡ്രഡ്ജിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. മനു, ശരി ഷീജ, ഏതായാലും ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ വസ്തുതകൾ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിക്രമം അടക്കമുണ്ടായതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അവരത് തിരിച്ചറിയുകയും ചെയ്തു എന്നത് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്നത് തന്നെയാണ്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക്. അത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.